ഗൈസ് ഓക്കെ ഞാൻ നീക്കുന്നത് തന്നെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓർക്കത് നീക്കുമ്പോൾ അമ്മ ഒന്ന് വാതിലുണ്ട് എനിക്ക് പിന്നെന്താ എത്ര നേരത്തൊക്കെ നീപ്പിക്കുന്നത് നമുക്കിപ്പോൾ നേരത്തെ ഒന്നല്ല 9:30 ആയിട്ടുണ്ട്. അപ്പോൾ താഴേന്ന് വിറക് വീടിൻ്റെ മുകളിലോട്ട് എടുക്കുക വെക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ച് നീപ്പിച്ചത് ഗൈസ്. പണിയൊക്കെ എടുത്ത് ഒന്ന് ഫേസിന് വാഷ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നേരെ പോയി പണിയെടുത്ത് ആത്മാർത്ഥത. ഇനി ഒന്ന് പോയി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സാധാരണ ലീവുള്ള ദിവസം ഞാനൊരു 10-10:30 എണീക്കാൻ. അപ്പോൾ ഇന്നലെ നൈറ്റ് അമ്പലത്തിലാകണ്ടാമത്തിന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയി വന്നതല്ലേ. പിന്നെ ഫോണൊക്കെ കളിച്ച് കിടന്നപ്പോൾ കുറച്ചില്ല. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി ഉറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇന്നാണ് ഈ അമ്മ ഈ പണിക്കെന്നെ നീപ്പിച്ചത്. അപ്പോൾ എനിക്ക് എന്തോ പോലെ എപ്പോഴും ഉറക്കം മാറിയിട്ടില്ല. ഞാൻ താഴോട്ട് ചെല്ലട്ടെ, കുറേ നേരം ഇനി താഴോട്ട് ചെന്നിട്ട് എൻ്റെ പണികളൊക്കെ നോക്കട്ടെ. ഭയങ്കര കുക്കിംഗ്. എൻ്റെ ഹാള് മൊത്തം ഫ്രണ്ട്സാണ്. ഇതൊക്കെ ഓരോരോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയില്ല. ഇതൊരു പ്രൊമോഷൻ, ഇതൊരു പ്രൊമോഷൻ, ഇതൊരു ഗിഫ്റ്റ്. പക്ഷേ ഇതൊരു പേജ് അയച്ചല്ല, പക്ഷെ ഗിഫ്റ്റുകളല്ല. ഇതും ഒരു ഗിഫ്റ്റ്. ഇതും ഒരേ ആളയച്ചതാണ്. അത് ഇതും ഒരേ ആളയച്ചതാണ്. ഇത് 100 ഇൻസ്റ്റയിൽ ആയ സമയത്ത് അയച്ചത്. പക്ഷെ ഇത് എനിക്ക് രക്ഷാബന്ധൻ അനുബന്ധിച്ചൊരു ബ്രദർ എന്നുള്ള ലെവലിൽ അയച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. വാച്ചനെ തോന്നുന്നുണ്ട്, വാച്ചിൻ്റെ പിന്നെ രക്ഷാബന്ധൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഏതെല്ലാം കഴിക്കട്ടെ പറയാൻ. ഓക്കെ, ഇനി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സീരീസിൻ്റെ ഒരു എപ്പിസോഡ് എനിക്ക് ഇന്ന് കാണണം. അപ്പോൾ ഞാനത് കാണാൻ പോവാണ്. വേറെ പണിയൊന്നുമില്ല. അപ്പം ഞാൻ കണ്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ്സും പിന്നെ ഞാൻ അവനോട് എനിക്ക് ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ അങ്ങനെ വേണം. എനിക്ക് ഇത് വാങ്ങിച്ചു. ഓക്കെ, തിന്നാനുള്ളതല്ലേ, നമ്മളിത് കഴിക്കല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പോയി കാണട്ടെ. ഇനി ചിലപ്പം കുക്കിംഗ് ആകാം. ഞാൻ കുറച്ച് വഴുതന കുക്ക് ചെയ്യാൻ വിചാരിച്ചു, വറുക്കാൻ വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ സാമ്പാറാണെന്ന് തോന്നുന്നു. പിന്നെ പഴപ്പേരി പപ്പടം അതൊക്കെ എനിക്കെന്തെങ്കിലും വറുപ്പെന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോൻപായ കാരണം പിന്നെ ചിക്കൻ പറ്റിയല്ലോ. പിന്നെ വഴുതന വറുക്കാൻ വിചാരിച്ചു. ഓക്കെ, ഞാൻ വഴുതന അട്ടിയെടുത്തിട്ട് ഇനി ഞാൻ മുളക് കുറേ മുളക് പൊടി കുറേ പറയുമ്പോൾ ഇത്ര ഞാൻ എപ്പോഴും നേരൊക്കെ നടക്കുമ്പോൾ കുറച്ച് മുളക് പൊടി എക്സ്ട്രാ കൊടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുഡുണ്ടാക്കിയെല്ലാവരും എൻ്റെ ഒരു മെയിൻ താരമാണ് ഇഞ്ചി വെളുത്തുള്ളി. ഉണ്ടാക്കണമെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി അതിനോട്ടിട്ടിരിക്കും. അതായത് ടേസ്റ്റുള്ള കാര്യമാണ്. ഈ വെളുത്തുള്ളി ഒരുപാട് അപ്പം നമ്മുടെ വർഷം ഇഞ്ചി ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വഴുതന വറക്കാൻ പോവുകയാണ്. ഫൈനലി കുട്ടിയുടെ കണ്ടു. ഓക്കെ, ഞാൻ ഓക്കെ. എനിക്ക് 2 രീതിയിലാണ് പ്രൊമോഷൻ ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന് സാധാരണ നോർമലായിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട്
അക്കൗണ്ടിൽ പ്രൊമോട്ട് ചെയ്യും. ഞാൻ കുറച്ച് സ്വല്പം മേക്കപ്പ് ചെയ്യാം. എന്തായാലും വീടിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ്, ലൈറ്റിംഗ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഫൗണ്ടേഷനും കൺസീലറിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മൾ ലിപ്സ്റ്റിക് ആൻഡ് ഐ ഷാഡോ സെറ്റ് ചെയ്യും. Close. അപ്പോൾ ഞാനങ്ങനെ ബ്ലഷ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ബ്ലഷ്. ഞാനിത് കുറേ മുന്നേ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ചീറ്റിൻ്റാണ്. പക്ഷേ ഇതൊരു പിങ്ക് ഷെയ്ഡാണ്, എനിക്കൊരു സുഖമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ബ്ലഷ് എല്ലാം തട്ടിക്കൂട്ടാണ്. അല്ല, ഞാൻ പൊതുവെ ബ്ലഷ് യൂസ് ചെയ്യാറില്ല അങ്ങനെ. അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിക്കാറുമില്ല. ഇത് ഞാനൊരു സ്റ്റുഡിയോ പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായിരുന്നു, വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനമാണ്. അത് വാങ്ങിച്ചോടെ വെച്ചത് തന്നെ. പിന്നെ നോക്കിയപ്പോൾ പിങ്കാണ്. ഓൾറെഡി ഞാൻ പിങ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് തൊട്ടും മാച്ച് ഉണ്ടാവില്ല. എനിക്കിപ്പോൾ ഒരു പൂജയായപ്പോൾ കയ്യിലിപ്പം എൻ്റെ മാത്രമേ ഉള്ളൂ. സോ അതേതാന്ന് വിചാരിച്ചു. അപ്പൊ കമന്റ്സ് ഉണ്ടായിരുന്നു എന്റെ ഹെയറിൽ ഏത് ട്രീറ്റ്മെന്റാ ചെയ്തേന്ന്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നാനോപ്ലാസ്റ്റിയ പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ്. ചെയ്തിട്ട് 2 months അടുത്തോളായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ചെയ്ത സമയത്ത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് വട്ടി മാതിരിയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നല്ല നമ്മളെ സാധാരണ കണ്ടിന്യൂസ് നോർമൽ ഹെയർ ആണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എന്റെ കുറച്ചും കൂടി എന്റെ ഹെയർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിരിക്കും. എനിക്ക് ഭയങ്കര എന്താ പറയാ, കുറച്ചും കൂടി കേളായിട്ടാണ് കിടക്കുക താഴോട്ടൊക്കെ. അങ്ങനൊന്നും ആയിട്ടില്ലെങ്കിലും കണ്ടാൽ വലിയ കുഴപ്പമില്ല. എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറെ പേര് പറഞ്ഞത് തന്നെ ഫേസിലോട്ട് മാച്ചില്ലായിരുന്നു. ഞാൻ ഏതായാലും ചെയ്തു പോയില്ല. എനിക്കത് മതി. അല്ല, എന്റെ കുറെ കാര്യമായിട്ടുള്ള ആഗ്രഹമായിരുന്നു എന്റെ മുടി എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടു നടക്കണം എന്ന്. അപ്പോ അതേതായാലും സാധിച്ചു. പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ ട്രാൻസാക്ഷൻ അക്കൗണ്ടിൽ വീഡിയോസ് ഇങ്ങനെ എടുക്കും. കുറച്ച് 2 ദിവസമായിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് റീൽസുള്ള 1 മാസത്തോളം ഞാൻ വീഡിയോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കൂടി ആവാന്ന് വിചാരിച്ചു. സോ സ്ഥിരം പരിപാടി ഗെറ്റ് റെഡി എത്തി. ആബ്സാരിയാണ്. ഷോളും സ്കേർട്ടും എൻ്റെ ഒരു ആബ്സാരിൻ്റെ ആണ്. ഇത് ചേച്ചിയുടെ ഒരു ആബ്സാരിയുടെ ബ്ലൗസും. രണ്ടും ഞാനങ്ങ് വെയർ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ എന്താ, ഇപ്പോ കണ്ണില് ഇനിയിപ്പോ ഐലൈനർ എഴുതാം. ഇനി പൊട്ടും ഇതുകൊണ്ട് തന്നെ ഇടാം.
യെസ്. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ റീലൊക്കെ എടുത്ത് മതിയായി. അപ്പൊ ഞാൻ പെട്ടെന്നൊരു അറിയിപ്പ് കിട്ടി, എക്സാം എനിക്ക് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വിചാരിച്ചത് എൻ്റെ എക്സാം നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി ഇനി അത് നോക്കട്ടെ. അപ്പോൾ